നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടോ എങ്ങനെ ഒട്ടുമിക്കവരുടെയും ബൈക്കിൽ ഈ ഐറ്റം കാണും. ഫോണിന്റെ മാപ്പ് ഇട്ട് അത് ബൈക്കിൽ വെച്ച് നാവിഗേറ്റ് ചെയ്യാൻ ഒരു മൊബൈൽ ഹോൾഡർ. എന്നാൽ ഒരു സത്യം പറയാം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 90% ആൾക്കാരുടെയും ഫോൺ ക്യാമറ ഇങ്ങനെയാവും. ഇനി നന്നായി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗട്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ തീരും നിങ്ങളുടെ പരിപാടി. ഈ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങളുടെ പോക്കറ്റ് കീറാത്ത ഒരു പരിഹാരമാണ് ഇതിനകത്തുള്ളത്. ഇതാണ് കാർപ്യൂറേഡ് എന്ന ബ്രാൻഡിന്റെ W702B വയർലെസ് പോർട്ടബിൾ മോട്ടോർ സൈക്കിൾ സ്റ്റീരിയോ. കാർപ്യൂറേഡ് എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇന്ത്യയിൽ ഇപ്പോഴാണ് ഒന്ന് ഫേമസ് ആയി തുടങ്ങുന്നത് ഇതേപോലെ വീഡിയോകളൊക്കെ കണ്ടിട്ട്. പക്ഷെ പുറത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത്തരത്തിലൊരു ബോക്സിലാണ് വരുന്നത്. ആൻഡ് ബോക്സിന്റെ ചുറ്റും ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും എഴുതിയിട്ടുണ്ട്. സോ ബോക്സിനകത്ത് എന്തൊക്കെയാ? ഇതാണ് നമ്മുടെ മെയിൻ സ്ക്രീൻ. പിന്നെ 2 ഡിറ്റാച്ചബിൾ വാട്ടർ പ്രൂഫ് കേബിളുകൾ. ഒരെണ്ണം ഡയറക്റ്റ് നിങ്ങളുടെ ബൈക്കിന്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്യാവുന്ന വയറും മറ്റേത് USB പോർട്ടിൽ കണക്ട് ചെയ്യാവുന്ന വയറും. ഒരു എക്സ്ട്രാ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ബൈക്കിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു U ഷേപ്പ് ബ്രാക്കറ്റ്, ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ റോഡും ആൻഡ് ഇത് ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കുറച്ച് ടൂൾസും, കൂടെ ഒരു യൂസർ മാനുവലും. ഇനി നമുക്ക് ഈ സാധനം നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്യാം. എന്റെ BMW GSന്റെ ആക്സറീസ് വീഡിയോ അൺഫിൽറ്റേർഡ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ ഈ മൊബൈൽ ഹോൾഡർ കണ്ടു. ഇതൊരു ആന്റി വൈബ്രേഷൻ മൊബൈൽ ഹോൾഡർ ഒക്കെ തന്നെയാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതിനകത്ത് ഫോൺ വെക്കണമെങ്കിൽ ഫ്ലാപ്പ് തുറന്ന് ഫോൺ അതിനകത്ത് വെച്ച് തിരിച്ച് ഫ്ലാപ്പ് അടച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചാർജറൊക്കെ കുത്തി കയറ്റി ഇനി അഥവാ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഫോൺ പുറത്തെടുക്കണമെങ്കിൽ ഞാൻ പാടുപെടുന്നുണ്ട്. സോ ഈ സാധനം ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ പുതിയ സാധനം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകും. ജസ്റ്റ് നിങ്ങളുടെ വണ്ടിയിൽ ഈ U ഷേപ്പ് ബ്രാക്കറ്റ് എവിടെയാന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്തിട്ട് കൂടെ വന്ന ടൂൾസ് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇനി ഈ ഒരു എക്സ്റ്റൻഷൻ റോഡില്ലേ ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ സ്ക്രീൻ പിടിപ്പിക്കുക. വേണ്ട ആംഗിളിൽ നിങ്ങൾ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഈ എക്സ്റ്റൻഷൻ റോഡിന്റെ ഏറ്റവും വലിയ ഉപകാരം, നിങ്ങൾ ഫുൾ ടൈം ഈ ഒരു സ്ക്രീൻ വണ്ടിയിൽ വെക്കുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഊരി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനും റൈഡ് പോകുന്ന സമയത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സെറ്റപ്പ്. ഞാൻ ഓൾസോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് യൂസ്ഫുൾ ആണ്. ഇനി ഈ ഒരു സ്ക്രീനിന്റെ അറ്റത്ത് നിന്ന് ഒരു ചെറിയ കേബിൾ വന്നിട്ടുണ്ട്. ഈ ഒരു കേബിളിൽ നമ്മൾ പവർ കേബിൾ കുത്തണം. സോ 2 രീതിക്കാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പവർ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഒന്ന്, നിങ്ങളുടെ ഡയറക്റ്റ് വണ്ടിയിലുള്ള ബാറ്ററിയിലേക്ക് ഈ ഒരു കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇതിന് ഒന്നിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ വയറിംഗ് കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണം, അല്ലെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലോ സർവീസ് സെന്ററിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വയറിംഗ് ഡയഗ്രാം ഉൾപ്പെടെ. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യുക. എന്നാൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ വാറന്റി പോകും, അത്തരത്തിലുള്ള പേടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ USB സോക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ കാര്യം വളരെ എളുപ്പമായി. ജസ്റ്റ് ഈ കേബിൾ കണ്ടോ, ഇത് നമ്മുടെ USB സോക്കറ്റിലേക്ക് കുത്തുക. മറ്റേ അറ്റം നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ അവിടേക്ക് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. എന്നാലേ വാട്ടർ പ്രൂഫ് ആവുള്ളൂ. ഈ സാധനം മറ്റേ വയർ വെച്ച് ബാറ്ററി ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ 12 വോൾട്ട് കിട്ടും. പക്ഷേ USB കണക്ട് ചെയ്യുമ്പോൾ 5 വോൾട്ട് അല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ 5 വോൾട്ടിന്റെ USB കേബിളിൽ ഒരു ബൂസ്റ്റർ സർക്യൂട്ട് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇനി USB ആയതുകൊണ്ടുള്ള വേറെ ഗുണമെന്ന് വെച്ചാൽ ബൈക്കിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്കിൽ കുത്തിയിട്ടും ഇത് യൂസ് ചെയ്യാം, ചാർജറിൽ കുത്തിയിട്ടും അഡാപ്റ്ററിൽ കുത്തിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഈ ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു 7 ഇഞ്ചിന്റെ HD IPS ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനാണ്. മുകളിലായിട്ട് ചെറിയ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ. പക്ഷേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി സമ്മതിക്കണം, നല്ല അടിപൊളി ബിൽഡാണ്. ഇതിനൊരു കാരണവുമുണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ഷൻ ബട്ടൺ കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെ സ്ക്രൂ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റും. എന്തിനാണ് മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ഞാൻ വൈകാതെ പറഞ്ഞുതരാം. ഈ സാധനം ജസ്റ്റ് നിങ്ങൾ USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരുന്നത് കാണാം. അല്ലാതെ മാനുവലി നിങ്ങൾക്ക് സൈഡിലുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് ഓണും ഓഫും ആക്കാം. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം കൺട്രോൾ ചെയ്യാനും പറ്റും. എന്തിനാണ് ഈ വോളിയം കൺട്രോൾ? ബേസിക്കലി നിങ്ങളുടെ മൈക്രോ SD കാർഡിനകത്ത് നിങ്ങൾ പാട്ടോ മൂവീസോ ഒക്കെ കയറ്റുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൽ കൂടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിനകത്ത് എവിടെയും സ്പീക്കർ കാണുന്നില്ല. ഇതിലേക്ക് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഇയർഫോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ബ്ലൂടൂത്ത് സ്പീക്കറും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സാധനം IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് ഉള്ളതാണ്. സോ നല്ലൊരു പൊരി മഴയത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരില്ല. ഇനി നല്ല വെയിലത്ത് ഇത് കൊണ്ടുപോകണമെങ്കിൽ പോലും ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസും ഇതിനകത്തുണ്ട്. സോ ഫോൺ വെക്കുന്നത് മാതിരിയല്ല ഇത്. ആൻഡ് ഇതിനകത്ത് ബാറ്ററി എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതുകൊണ്ട് ഡയറക്റ്റ് വെയിലടിച്ച് കഴിഞ്ഞാൽ ഫോൺ മാതിരി പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. പ്ലസ് വെള്ളം വീണാലും ഇതിന്റെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ഇതൊരു ടച്ച് സ്ക്രീനാണ്. ഈവൻ ഗ്ലൗസ് ഇട്ടാൽ പോലും ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡിവൈസിനകത്ത് ഇൻബിൽഡ് ആയിട്ട് Wi-Fi 5 GHz ബ്ലൂടൂത്തും ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയുടെയും സപ്പോർട്ട് ഉണ്ട്. ആൻഡ് സെയിം ടൈമിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. SD കാർഡ് നിങ്ങൾക്ക് 64 GB വരെയാണ് ഇടാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ ഇന്റർഫേസിൽ ഏറ്റവും കാണുന്ന ഒരു iPlay. ഇതാണ് ഇതിന്റെ ആപ്പിൾ കാർപ്ലേ. ആൻഡ് തൊട്ടടുത്തുള്ള A ഓട്ടോ ആണ് ഇതിലുള്ള ആൻഡ്രോയിഡ് ഓട്ടോ. അടുത്ത ഓപ്ഷൻ ബ്ലൂടൂത്ത് ഇയർഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഡിസ്പ്ലേ വേണമെങ്കിൽ ഓണും ഓഫും ആക്കാം. ഡയറക്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, SD കാർഡിനകത്തുള്ള പാട്ടുകൾ കാണാനുള്ള ഓപ്ഷൻ, SD കാർഡിനകത്തുള്ള ബാക്കി ഡേറ്റ കാണാനുള്ള ഓപ്ഷൻ, പിന്നെ സെറ്റിംഗ്സ് ഉണ്ട്.
സെറ്റിംഗ്സിനകത്ത് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം, വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം, കൂടാതെ ഈ ഒരു വൈഫൈയുടെയും ബ്ലൂടൂത്തിന്റെയും പാസ്വേഡും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. പിന്നെ മുകളിലായിട്ട് നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈക്വലൈസർ, ടൈം സെറ്റ് ചെയ്യാനായിട്ടും ബ്രൈറ്റ്നസ്സും ഇതിന്റെ സ്ക്രീനിന്റെ വാൾ പേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഐക്കണും. എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്, ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, എന്നിട്ട് കാർ പ്യൂറൈഡ് എന്ന് പറഞ്ഞ ആ ഒരു പേര് കാണും, അതുമായി ടാപ്പ് ചെയ്ത് പെയർ ചെയ്യുക. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണോ ഐഫോൺ ആണോ പെയർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും എന്താണ് അതിൽ വരുന്നതെന്ന്. സപ്പോസ് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് പെയർ ചെയ്യുന്നതെങ്കിൽ പെയർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ ആൻഡ്രോയിഡ് ഓട്ടോ ഓൺ ആവുന്നത് കാണാം. യെസ്, ഒരു കാറിന്റെ അകത്തൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു ഇന്റർഫേസ്. ഇനി അഥവാ നിങ്ങളുടെ ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ ഐഫോൺ ഇതുമാതിരി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ആപ്പിൾ കാർപ്ലേ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആയിക്കോട്ടെ ആപ്പിൾ കാർപ്ലേ ആയിക്കോട്ടെ ഇന്റർഫേസ് ഭയങ്കര സ്മൂത്ത് ആണ്, എസ്പെഷ്യലി റിഫ്രഷ്. ഈവൻ എൻ്റെ കാറിനകത്തുള്ള ആ ഒരു ഡിസ്പ്ലേനെക്കാളും കുറച്ചുകൂടെ സ്മൂത്ത് ഇതിലാണ് ഫീൽ ചെയ്തത്. കാരണം തീരെ ലാഗ് ഇല്ല, അത്യാവശ്യം ബ്രൈറ്റും ആണ്. ഈ ഒരു പെയറിംഗ് പ്രോസസ് ഒറ്റ വട്ടം ചെയ്താൽ മതി. നെക്സ്റ്റ് ടൈം നിങ്ങൾ ജസ്റ്റ് വണ്ടി കയറി ഇരുന്ന് താക്കോൽ ഓൺ ആക്കി ഈ സാധനം ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഓൺ ആയി വരും. ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നാവിഗേഷന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ഇന്റർഫേസ് ആണ്. ബേസിക്കലി നിങ്ങളുടെ ഫോണിലുള്ള പല പല ആപ്ലിക്കേഷൻസ് അതിലുണ്ടാവും. നോർമലി മെസ്സേജസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട്, കോളുകൾ കാണിച്ചു തരാനായിട്ട്, ആൻഡ് മെയിനായിട്ടും ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ മാപ്പ് കാണിക്കാനായിട്ടും അതേപോലെ പാട്ടുകൾ വെക്കാനൊക്കെ ആയിട്ടും. ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരില്ല, കാരണം വീഡിയോ അങ്ങനെ പ്ലേ ചെയ്യുന്നത് സേഫ് അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് SD കാർഡിനകത്ത് വീഡിയോ കയറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാം. ഇനി ഇതിനകത്ത് നിന്ന് കോൾ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇയർഫോൺ ഒന്ന് ഇതുമായിട്ട് പെയർ ചെയ്തേക്കണം. ഒരു ഇയർഫോൺ പെയർ ചെയ്ത് നിങ്ങൾ ചെവിയിൽ വെക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിൽ കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് പറ്റും. ഈവൻ പാട്ടുകൾ കേട്ടോടിക്കുന്നവരാണെങ്കിൽ മ്യൂസിക്കും അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു പ്രാവശ്യം ഫോൺ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾക്കിനി ഒരു മാപ്പ് ഇട്ട് നോക്കാം. ജസ്റ്റ് നിങ്ങൾ മാപ്പ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീബോർഡ് ഓൺ സ്ക്രീൻ കീബോർഡ് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇയർഫോൺ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് സപ്പോർട്ട് ഉണ്ട്. സോ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് നാവിഗേറ്റ് ചെയ്ത് തരൂ, അല്ലെങ്കിൽ ഇന്ന പാട്ട് വെക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരും. ആൻഡ് ഈ സെയിം കാര്യം ആപ്പിളിലാണെങ്കിൽ സിറി വെച്ച് ചെയ്യാൻ പറ്റും. സോ ഈ സാധനം ഓൺ ആക്കി നാവിഗേഷനൊക്കെ ഇട്ട് കുറച്ച് സ്ഥലങ്ങൾ റൈഡൊക്കെ ചെയ്ത് നോക്കി അത്യാവശ്യം കുണ്ടും കുഴിയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ പോലും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഫോണിന് പ്രശ്നം പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പ്ലസ് വയറില്ല, വയർലെസ് ആയിട്ടാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഭയങ്കര വലിയൊരു ആശ്വാസമാണ്. ഒരു വയർ കുത്തി കടക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ മറ്റേ ചാനൽ ബൈക്ക് ആക്സറീസിന്റെ വീഡിയോ ഇനിഷ്യലി ചെയ്തിട്ടുണ്ടായി, മൊബൈൽ ഹോൾഡറൊക്കെ വെച്ചിട്ടുണ്ടായി. എങ്കിലും ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫോൾഡിലേക്കൊക്കെ മാറിയേ പിന്നെ ഈ ഫോൾഡ് ഒന്നും നമുക്ക് മൊബൈൽ ഹോൾഡറിൽ വെച്ച് പോകാനായിട്ട് പറ്റില്ല. വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോൺ എങ്ങാനും അടിച്ചു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫോണിലാണ്ട് ഒരു പരിപാടി നടക്കില്ല. സോ റൈഡ് പോകുന്ന ആൾക്കാരാണ്, ഇതേപോലെ നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇതേപോലെ സാധനം മേടിച്ച് വെക്കണം. എന്തിന് ഇത് തന്നെ നിങ്ങൾ മേടിച്ച് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കാർ പ്യൂറൈഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് ഫേമസ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റും. എങ്ങനെ? ഓൺലൈനിൽ കൂടെ. ഗ്ലോബൽ ഷിപ്മെന്റ് ആണ്. യെസ്, ഞാൻ ഓൺലൈനിൽ കൂടെ തന്നെയാണ് വരുത്തിയത്. ഓൺലൈനിൽ കൂടെ വരുത്തിയപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ കൂടെയാണ് എനിക്കത് വന്നത്. ഏകദേശം ഒരു 7 to 10 ദിവസത്തോളം എടുത്തു ഈ ഒരു സാധനം ഒന്ന് കസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത് എൻ്റെ കയ്യിൽ എത്താനായിട്ട്. പക്ഷേ വർത്ത് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തോ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ കൂടെ മേടിക്കുന്ന ആൾക്കാർക്ക് $50 ഓഫർ കിട്ടും. സോ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിയോൺ ടെക് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ $50 നിങ്ങൾക്ക് ഓഫായിട്ട് കിട്ടും. സോ ആ ഒരു കാര്യം സെറ്റ് ഓഫ് ആയി പോകും. സോ അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മൾ 9 lakhs എടുക്കാനായിട്ട് ഇത്രയും അടുത്താണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോസ് ചാനലിൽ കൊണ്ടുവരാനായിട്ടും പറ്റും. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.